പാട്ടുകാരൻ എന്ന നിലയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന റാപ്പർ വേടൻ പീഡനക്കേസിലും പുലിപ്പല്ല് വിവാദത്തിലും ശേഷം പല ചർച്ചകളിലും അഭിമുഖങ്ങളിലും പ്രതികരിച്ചിരുന്നു. എന്നാൽ വേടൻ പറയുന്നത് രാഷ്ട്രീയമാണെന്ന് വിമർശിച്ചുകൊണ്ട് സംവിധായകനും ബിഗ് ബോസ് ജേതാവുമായ അഖിൽ മാരാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. തന്റെ ഈ പോസ്റ്റിനെ കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് അഖിൽ മാരാർ. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് അഖിൽ മാരാർ തന്റെ അഭിപ്രായത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയത്. 2016 മുതൽ പാട്ട് പാടാൻ തുടങ്ങിയ വ്യക്തിയാണ് വേടൻ. കഞ്ചാവ് കേസിൽ പിടിക്കപ്പെടുന്നതിനു മുൻപും വേടന് ആരാധകരുണ്ടായിരുന്നു. പുലിപ്പല്ല് വിഷയത്തിൽ വേടനെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടയാളാണ് ഞാൻ. പക്ഷേ പുറത്തിറങ്ങിയ വേടൻ പറഞ്ഞത് മുഴുവൻ രാഷ്ട്രീയമായിരുന്നു. കലയും പാട്ടും എല്ലാം മാറ്റി രാഷ്ട്രീയമാണ് വേടൻ പറഞ്ഞതെന്നാണ് അഖിൽ മാരാരുടെ അഭിപ്രായം. ശ്രീരാമനെ അറിയില്ല, ജയ് ശ്രീറാം വിളിക്കുന്നതെല്ലാം കൊലപാതകികളാണ് എന്നെല്ലാം പറഞ്ഞു. കേരളത്തിൽ 5 നേരം കേൾക്കുന്നതാണ് അല്ലാഹു അക്ബർ. എത്രയോ തീവ്രവാദികൾ അവർ കൊലപാതകം ചെയ്യുന്നതിന് മുൻപ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. എന്ന് കരുതി ഇത് പറയുന്നവരെല്ലാം കൊല്ലാൻ നടക്കുന്നവരാണോ എന്നാണ് അഖിൽ മാരാർ ചോദിക്കുന്നത്. ദളിതരുടെ DNA-യിൽ പഠിക്കാനുള്ള കഴിവില്ല എന്നാണ് അയാൾ പറയുന്നത്. അത് വിഡിത്തമാണെന്നും സാമ്പത്തികമായി വളരെ പിന്നോക്കമായിരുന്ന തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി താൻ പഠിച്ച് സ്കൂൾ ടോപ്പറായി എന്നും അഖിൽ മാരാർ പറഞ്ഞു. ന്യൂമറോളജി പ്രകാരമാണ് തന്റെ പേരിനൊപ്പം മാരാർ എന്ന് കൂടി ചേർത്തിരിക്കുന്നത്. ഇത് പലരും പറയാൻ മടിക്കുന്ന ജാതിയാണ്. താഴെത്തട്ടിലുള്ള ഓരോരുത്തരെയും ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടതെന്നും അഖിൽ മാരാർ പറഞ്ഞു. വിവാദത്തിനു ശേഷം വേടൻ പരിപാടികൾക്കുള്ള റേറ്റ് കൂട്ടിയിരിക്കുകയാണ്. എവിടെയോ കിടന്ന അഖിൽ മാരാർ റേപ്പ് കേസിലോ കഞ്ചാവ് കേസിലോ പിടിക്കപ്പെട്ട ശേഷം റേറ്റ് കൂട്ടിയതല്ലെന്നും എതിർത്ത ആളെ കൊണ്ട് പോലും കൈയെടുപ്പിച്ച ശേഷമാണ് താൻ ഉദ്ഘാടനത്തിനുൾപ്പെടെ ശമ്പളം കൂട്ടി വാങ്ങിയതെന്നും അഖിൽ മാരാർ പറഞ്ഞു. എന്നാൽ വേടൻ പുതിയൊരു പാട്ടും ചെയ്ത് ഹിറ്റാക്കിയിട്ടല്ല റേറ്റ് കൂട്ടിയതെന്നും വിവാദത്തിന് ശേഷമാണ് റേറ്റ് കൂട്ടിയതെന്നും അഖിൽ മാരാർ ആക്ഷേപം ഉന്നയിച്ചു.